സ്പെയിൻ ബെൽജിയം മത്സരം തുടങ്ങി ഒരു 30 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു സ്പെയിൻ ഈ കളി ജയിക്കുമെന്ന്. അതിന് കാരണം സ്പെയിനിൻ്റെ മികവ് എന്നതിനേക്കാൾ ഉപരി ബെൽജിയത്തിൻ്റെ ഒരു കളിയോടുള്ളൊരു സമീപനമായിരുന്നു. അങ്ങനെ തോന്നിയോ? തീർച്ചയായും അത് ബെൽജിയം ജയിക്കാനാണോ പ്രതിരോധിക്കാനാണോ എന്തിനാണ് ശ്രമിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം അവർക്ക് മത്സരം തീർന്നപ്പോൾ അവരുടെ ഒരു ചിന്താഗതി അങ്ങനെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അതെ, കാരണം ഈ സെനഗലിനെതിരെ നമ്മൾ കണ്ടതാണ് ഉജ്ജ്വലമായൊരു തിരിച്ചറിവ് നടത്തിയ ബെൽജിയം. ആ ഒരു ബെൽജിയമായിരുന്നു ഇന്ന് സ്പെയിനെതിരെ കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആവുമായിരുന്നില്ല കളി. പക്ഷേ കളി തിരിച്ചതിൽ സൂപ്പർ സബ് മിക്കൽ മെറീനോയുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഒരു നമ്മളെ അടുത്ത കാലത്തായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ടല്ലോ, ക്ലച്ച് പ്ലെയർ. അങ്ങനെ നിർണായക നിമിഷത്തിൽ 88ാമത്തെ മിനിറ്റിലോ മറ്റാണ് ആ ഗോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം സബ്ബായിട്ട് ഇറങ്ങുന്നു, ഗോളടിക്കുന്നു. അതൊരു റീബൗണ്ടിലെ ഒരു ഗോളിയുടെ ഒരു എററാണ്. എങ്കിലും തുടർച്ചയായിട്ട് രണ്ടാമത്തെ കളിയിലാണ് മിക്കൽ മെറീനോ സ്പെയിനു വേണ്ടി വിന്നിംഗ് ഗോൾ നേടുന്നത്. അതെ, രണ്ടും സബ്ബായിട്ട് ഇറങ്ങിയാണ്. അതെ, ചില്ലറ കാര്യമൊന്നുമല്ല അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മത്സരം എക്സ്ട്രാ ടൈമിലേക്കും ഷൂട്ടൗട്ടിലേക്കും നീണ്ടുപോകുമായിരുന്നു. ഈ സ്പെയിൻ്റെ കോച്ച് ഫ്യൂവന്തെ പണ്ട് സ്പെയിൻ ജൂനിയർ ടീമിൻ്റെയൊക്കെ യൂത്ത് സെറ്റപ്പിൻ്റെ കോച്ചായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു മിക്കൽ മെറീനോ മാത്രമല്ല, അവിടെ കളിക്കുന്ന ഡാനി ഓൾമോയും ഉനായ് സിമോനും ഒക്കെ. അപ്പം എനിക്കിതിൽ ലാ ഫ്യൂവന്തെ കണ്ടാൽ കൈ കൊടുക്കാൻ തോന്നിയ 2 തീരുമാനങ്ങളുണ്ട്. ഒന്ന്, സാധാരണ സ്പെയിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ പെഡ്രി ഒരു ഷുവർ ബെറ്റാണ്. പക്ഷേ ഇന്ന് പെഡ്രി ഫസ്റ്റ് 11-ൽ ഉണ്ടായിരുന്നില്ല, സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല. അതിനു പകരമാണ് ഫാബിയൻ റോയ്സിനെ ഇറക്കിയത്. അത് ക്ലിക്കായി. അദ്ദേഹമാണ് സ്പെയിന് ലീഡ് നേടിക്കൊടുത്ത ഗോൾ നേടിയത്. അത് വളരെ വലിയൊരു തീരുമാനമായിരുന്നു, കടുത്ത തീരുമാനമായിരുന്നു, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു തീരുമാനമായിരുന്നു. അത് ക്ലിക്കായി. പിന്നീട് മത്സരം 1-1 ഇങ്ങനെ നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മിക്കൽ മെറീനോയെ ഇറക്കുന്നത്. രണ്ടും ക്ലിക്കായി. ആ 2 തീരുമാനങ്ങൾ ശരിയായിരുന്നു. ബാക്കി സ്പെയിൻ കളിച്ചത് അവരുടെ ഈ ചാരുതയാർന്ന ഫുട്ബോളാണോ എന്നൊക്കെ ചോദിച്ചാൽ വളരെ 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 സംശയകരമായ ഒരു കളിയായിരുന്നു അവരുടേത്. ഈ നമ്മൾ എപ്പോഴും നമ്മുടെ ചർച്ചയിൽ എപ്പോഴും നമ്മൾ സ്പെയിനിനെ വിമർശിക്കാറുണ്ട്. സ്പെയിൻ ജയിച്ച കളികളെല്ലാമാണ് നമ്മൾ സ്പെയിനെ വളരെ തീവ്രമായി വിമർശിക്കുന്നത്. ഇന്നും സ്പെയിൻ ജയിച്ച കളിയിലാണ് നമ്മൾ സ്പെയിനെ ഇങ്ങനെ വിമർശിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് സ്പെയിനോട് ഉള്ളിലൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അവരിങ്ങനെ കളിച്ചാൽ പോരാ എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. എൻ്റെ മനസ്സ് അങ്ങനെയാണ് തീർച്ചയായും പറയുന്നത്. അവർ ഈ കളിയുമായിട്ട് സെമി ഫൈനൽ ഫ്രാൻസിൻ്റെ അടുത്ത് ചെന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സ്പെയിൻ്റെ ഒരു കുറേ കാലങ്ങളായിട്ട് 2010 അവർ ലോകകപ്പ് വിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള സ്പെയിൻ്റെ കളി അത് പറയുകയാണെങ്കിൽ ഒരു 16 വർഷമായിട്ട് സ്പെയിൻ ഈ പൊസഷൻ ഗെയിമാണ്, അതിലവർക്ക് മാറ്റമൊന്നുമില്ല. അങ്ങനെ പൊസഷൻ ഗെയിം കളിക്കുന്ന അവരെ സംബന്ധിച്ച് അവർക്ക് അറ്റാക്കിംഗ് ഫ്രണ്ടിൽ ഫൈനൽ തേർഡിൽ അവർക്ക് ഒരു മൂർച്ച കുറവാണ് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവർ 2010 ലോകകപ്പ് വിൻ ചെയ്യുമ്പോൾ ഷമീറിനറിയാലോ, ആ ഫൈനൽ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ എക്സ്ട്രാ ടൈമിലാണ് അവരുടെ വിജയ ഗോൾ വരുന്നത്. അതുവരെ ഇങ്ങനെ മത്സരം ഇങ്ങനെ അവരുടെ കയ്യിലാണ് ബോൾ പൊസഷൻ പൂർണ്ണമായും സ്പെയിൻ്റെ കയ്യിലാണ്. ഇതേ കളി തന്നെയാണ് പിന്നീട് ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും കണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യൂറോ കപ്പിൽ അവർ ചാമ്പ്യന്മാരാകുമ്പോഴും നമ്മൾ കണ്ടത് അതാണ്. അവർക്കൊരു ആക്രമണത്തിലും കൂടെ ഒരല്പം വേണ്ടിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായും. ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്നറിയാം, അതായത് അവരിപ്പോഴത്തെ അവരുടെ സ്റ്റൈലിനെ അവർ പറയുന്നത് ടിക്കി ടാക്ക 2.0 എന്നാണ്. അതായത് വിങ്ങുകളിൽ കൂടെ കയറും, വെറും പൊസഷൻ മാത്രമല്ല. പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷം മുമ്പ് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത് ദൂരെ കളഞ്ഞു, കാട്ടിലോട്ടെറിഞ്ഞു. അതേപോലെ സ്പെയിനും ഈ ടിക്കി ടാക്ക എടുത്ത് കാട്ടിലോട്ട് എറിയേണ്ട സമയം അതിക്രമിച്ചെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഗോളടിക്കാത്തൊരു പ്രശ്നം കാണുമ്പോഴാണ് അത് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെ, നമ്മൾ എന്തൊക്കെയാണെങ്കിലും വിന്നിങ് ടീം അത് കപ്പ് നേടുന്നു എന്നുള്ളതല്ല, നമ്മളെ ബോറടിപ്പിച്ച് കപ്പ് നേടിക്കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. കളി ആസ്വദിക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആസ്വാദനത്തിന് ചില ഘട്ടങ്ങളിലൊക്കെ മങ്ങലേൽക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ ബോറടിപ്പിച്ചൊരു കളിയായിരുന്നു ബെൽജിയത്തിൻ്റെതൊന്നും പറയാതെ. അതെ, ബെൽജിയത്തിന് പക്ഷേ വലിയൊരു തിരിച്ചടി മത്സരത്തിന് മുമ്പ് തന്നെ പറ്റി. ഈ വാമപ്പ് നടത്തുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ യൂറി ടിലമാൻസിന് പരിക്ക് പറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. അതിനുശേഷം മത്സരത്തിനിടെ അവരുടെ ലെജൻഡറി ഗോൾ കീപ്പർ തിബോ കോർട്ടോയ്ക്ക് പരിക്ക് പറ്റി. അദ്ദേഹത്തിന് പകരം വന്ന ലമാൻസ് എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചെറുപ്പക്കാരൻ ഗോൾ കീപ്പർക്ക് പറ്റിയ അബദ്ധമാണ് മെറീനോയുടെ വിജയ ഗോളിൽ കലാശിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസ് തെറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില തിരിച്ചടികൾ ബെൽജിയത്തിനും സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ തോൽവിക്ക് കാരണമായി എന്നുള്ളത് സത്യമാണ്. ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷൻ്റെ ആ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു തലമുറ ബെൽജിയത്തിൽ നിന്ന് വളർന്നു വരണം. അതുവരേക്കും ഇനി ബെൽജിയത്തിൻ്റെ ഒരു
പ്രതീക്ഷ വയ്ക്കാം. പക്ഷേ നമ്മൾ ഏറെ പ്രതീക്ഷ വെച്ച ഗോൾഡൻ ജനറേഷൻ്റെ ഒരു അവസാന ആൾക്കാർക്കും അതിൽ ഒരിടത്തും എത്താൻ പറ്റുന്നില്ല എന്നത് സങ്കടകരമായിരുന്നു. കെവിൻ ഡി ബ്രൂയിനെ, ലുക്കാക്കു, തിബോ കോർട്ടോ തുടങ്ങിയ മഹാരഥന്മാർ ഇനിയൊരു പക്ഷേ നമ്മൾ ലോകകപ്പിൽ കാണില്ല. പക്ഷേ ഒരുപാട് കാലം അവർ നമ്മളെ ആകർഷിച്ച ഫുട്ബോൾ കളിച്ചവരാണ്, നമ്മളെ മനോഹരമായ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയവരാണ്. അവർക്കൊക്കെ ഒരു യാത്രാമംഗളമായിരിക്കും ഈ മത്സരം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ, അങ്ങനെ തന്നെ. ഇനി സ്പെയിൻ ഫ്രാൻസ് സെമി ഫൈനലാണ്. അതൊരു ആവേശകരമായ മത്സരമാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കി ടാക്ക 2.0 എടുത്ത് കാട്ടിലെറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. അതെ, പുതിയൊരു ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടിക്കറ്റാക്ക 2.0 ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതലും വിങ്ങിലൂടെ അല്ലായിരുന്നു, ഇടയ്ക്കൊക്കെ നടുവിലൂടെ തന്നെയാണ് വന്നത്. കാരണം അതിനൊരു പ്രധാന കാരണം വിങ്ങിലൂടെ വന്ന് ക്രോസ് ചെയ്താൽ ബെൽജിയത്തിൻ്റെ പ്ലേയേഴ്സ് നല്ല ഹൈറ്റുള്ളവരും മിടുക്കരും ആയതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് കളയുമെന്നുള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ കളിക്കൊരു മാറ്റം കൊണ്ടുവന്നു. അതുകൊണ്ട് സ്പെയിൻ ഫൈനൽ സെമിയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കാം.